ഇടവകയിൽ വികാരി അച്ഛൻ ഉള്ളപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുവാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് പാലാരിവട്ടം, മാതാനഗർ, തൃപ്പൂണിത്തുറ ഇടവകകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചപ്പോൾ വിമതർ ആരോപിച്ചതിന് അടിസ്ഥാനമില്ലെന്ന് ട്രൈബ്യൂണൽ ജഡ്ജി ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ പൗരസ്ത്യ കാനോന സംഹിതയിലെ 298 കാനോന ഇങ്ങനെ നിഷ്കർഷിച്ചിരിക്കുന്നു: ഇടവക വികാരി സ്ഥാനം ഒഴിവാക്കുകയോ ഇടവകയിൽ അജപാലന കർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് ഇടവക വികാരി ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിരിക്കുകയോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വൈദികനെ ഇടവക അഡ്മിനിസ്ട്രേറ്ററായി രൂപതാ മെത്രാൻ നിയമിക്കേണ്ടതാണ്. ഇടവകയിൽ നയാമികമായി ബലിയർപ്പണം നടത്തുക എന്നത് വികാരിയുടെ അജപാലന കർമ്മത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗം തന്നെയാണ്. അക്കാര്യത്തിൽ ഇടവക വികാരി ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിൽ രൂപതാ മെത്രാന്റെ ഉത്തരവാദിത്തമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ നിയമനം. അഡ്മിനിസ്ട്രേറ്ററായി ഒരാൾക്ക് അധികാരം കിട്ടണമെങ്കിൽ ആ വ്യക്തി കാനോനികമായി ചാർജ് എടുക്കണമെന്നും നിയമിച്ചാൽ മാത്രം പോരാ എന്നുമുള്ള വാദങ്ങൾക്ക് പാമ്പാറയച്ചൻ വ്യക്തമായ മറുപടി നൽകുന്നു. പൗരസ്ത്യ കാനോന സംഹിതയിലെ 288 കാനോന ഇങ്ങനെയാണ്: നിയമന കൽപ്പന വഴിയായി ഇടവക വികാരിക്ക് ആത്മാക്കളുടെ സംരക്ഷണം ലഭിക്കുന്നു. എന്നിരുന്നാലും പ്രത്യേക നിയമത്തിന്റെ മാനദണ്ഡപ്രകാരം ഇടവകയിൽ കാനോനികമായി അധികാരം ഏറ്റെടുക്കാത്ത പക്ഷം തന്റെ ചുമതല നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് അധികാരമില്ല. ഇനി നോക്കേണ്ടത് ഈ വിഷയ സംബന്ധിയായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക നിയമത്തിൽ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നതാണ്. പ്രത്യേകം നിയമം ആർട്ടിക്കിൾ 26 2ഉം 3ഉം ഖണ്ഡികകൾ ഇങ്ങനെയാണ്: വികാരിയായി നിയമിക്കപ്പെട്ടിരിക്കുന്ന വൈദികന് ഇടവകയിൽ തന്റെ ചുമതല നിർവഹിക്കുവാൻ ഔദ്യോഗികമായി സ്ഥാനം ഏൽക്കേണ്ടതുണ്ട്. നിയമന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ ഓരോ വികാരിയും നിർദ്ദിഷ്ട ഇടവകയിൽ ചെന്ന് മെത്രാപ്പോലിത്ത നിശ്ചയിച്ചിട്ടുള്ള ക്രമപ്രകാരം ഔദ്യോഗികമായി ചാർജ് എടുക്കണം. ഇവിടെ മെത്രാപ്പോലിത്ത നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ചാർജ് എടുത്ത രീതി മെത്രാപ്പോലിത്തയുടെ സ്ഥാനം വഹിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അംഗീകരിച്ചാൽ പിന്നെ ആ വിഷയത്തിൽ ഒരു തർക്കത്തിന് നിയമസാധുതയില്ല.